ദുഷ്ടേ, 8000 രൂപയുടെ പുതിയ ചുരിദാറാ. ക്യാമ്പസ് പുരോഗമിച്ചോ? അയ്യോ, ഇങ്ങോട്ട് കയറിക്കോളൂ പ്ലീസ്, ഞാൻ രക്ഷിക്കാം. അത് സിംഗിൾ സീറ്റ് അല്ലേ അളിയ? അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. എന്ത് തോന്നിയ സാറേ കാണിക്കുന്നത്? പട്ടാപ്പകലൊരു പെങ്കൊച്ചിനെ ഓടിച്ചിട്ട് പിടിക്കാൻ നോക്കുന്നു. അതും റേപ്പ് ചെയ്യാൻ? ഇതേ ഞങ്ങളുടെ സ്ഥല, ഞങ്ങൾക്ക് സൗകര്യമുള്ള പോലെ ചെയ്യും. ഇയാളുടെ പെങ്ങളൊന്നും അല്ലല്ലോ. വെറുതെ ക്രിക്കറ്റ് കുത്തുവാങ്ങാതെ അണ്ണമാരെ ലാൻഡ് വിട്. താരത്തിൽ പോയി കളിക്കടാ. മൂട്ടിലെ ചോപ്പ് മാറിയിട്ടില്ല, മുട്ടാൻ വന്നേക്കണ്. ഒരു കാര്യം പറഞ്ഞേക്കാം, 2 വർഷം ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. MA ഫിലോസഫിയില് നിന്നേക്കൊന്ന് ശരിയാക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ നോക്കട്ടെ. അയ്യോ, നോക്കി പേടിപ്പിക്കലടാ. പോടാ ചേക്കാ, പോടാ പോടാ. എന്താടാ കുറ്റി അടിച്ച പോലെ നിൽക്കുന്നത്? അയ്യോ, അവനെ അവള് കുത്തി. കൂട്ടം കൂടലേ? ഞങ്ങളൊന്ന് ഹോളി ആഘോഷിച്ചതാ സർ. ഹോളിയോ? ഹോളി മാർച്ചല്ലേ? അതെ സർ. പക്ഷേ മാർച്ച് വരെ അർജുൻ ഉണ്ടാവുമെന്ന് അറിയില്ല സർ. ഡോക്ടർ അങ്ങനെയാ പറഞ്ഞത്. അവനൊരു ആഗ്രഹം പറഞ്ഞപ്പോ. പിന്നെ ഉമ്മാരുടെ കൂടെ കൂടാനോ ഉമ്മാരെ കണ്ട് പഠിക്കാനോ ശ്രമിക്കരുത്. ജന്മം തൊലഞ്ഞു പോവും. സിൽസില ഹേ സിൽസില, സിൽസില ഹേ സിൽസില, സിൽസില ഹേ സിൽസില, സിൽസില ഹേ സിൽസില. സോറി ട്രകുട്ട, ഞങ്ങൾ അറിഞ്ഞില്ലല്ലോടാ നിന്റെ പ്രശ്നം. ഇന്ന് ഹോളി, നാളെ പൊങ്കൽ, പിന്നെ കൂടുതൽ പെരുന്നാൾ. എന്താ മോന്റെ അസുഖം? മൂലക്കുരു. പണി പാളി. നമ്മള് പഠിച്ച ക്യാമ്പസ് അല്ല അളിയോ. വിശ്വസിച്ചൊന്ന് കുനിഞ്ഞു നിൽക്കാൻ പറ്റുകയില്ല. കുരുപ്പുകളുടെ കളി കണ്ടില്ലേ? ഒന്നുമില്ലടാ, നീ കണ്ടോ? അവനെയൊക്കെ നമ്മൾ നല്ല പട്ട് കോടാൻ ഉടുപ്പിക്കും. അവളെ ശവം. എസ്തെറ്റിക് സെൻസ്, സൗന്ദര്യബോധം, അത് വ്യക്തിനിഷ്ഠമാണെങ്കിലും ഒരാളുടെ സ്വകാര്യതയിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നാണ് ഇമ്മാനുവൽ കാന്റ് പറയുന്നത്. ഇതിനെ നമുക്ക് പല രീതിയിൽ വ്യാഖ്യാനിക്കാം. സൗന്ദര്യം ഒരു ബാഹ്യ വസ്തുവല്ല. ഒന്നുകൂടി വ്യക്തമാക്കിയാൽ, ഒരാൾ അനുഭവിക്കുന്നു എന്ന നിലയിൽ ആ അനുഭൂതി അയാളുടേതാണ്. എന്നാൽ അയാൾക്കുണ്ടാകുന്ന സൗന്ദര്യാനുഭൂതി അതേ രീതിയിൽ മറ്റുള്ളവർക്കും അനുഭവിക്കാനാവും. അങ്ങനെ സൗന്ദര്യാസ്വാദനം ഒരേ സമയം പേഴ്സണലൈസ്ഡും ജനറലൈസ്ഡും ആകുന്നു. ഈ പ്രായം തെറ്റിയ പ്രായത്തിൽ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നത് പഠിക്കാൻ വേണ്ടിട്ടല്ലേ? അത് മാത്രം പറയരുത് മോളെ. ടീച്ചറെ, പഠിച്ച് വലിയ നിലയിലെത്തുമെന്ന വലിയ പ്രതീക്ഷയോടെ ഞങ്ങളുടെയൊക്കെ ഭാര്യമാരും കുട്ടികളും ഇല്ലാത്ത കാശുണ്ടാക്കി ഇങ്ങോട്ട് പഠിപ്പിക്കാൻ വിട്ടിരിക്കുന്നത്. വിശ്വാസമായില്ലെങ്കിൽ ടീച്ചർ ഒന്ന് കേട്ടു നോക്ക്. ഇവന്റെ മോന് ഇവനെ എഴുതിയ കത്ത പെടാ. ഒരു സെക്കൻഡ്. എത്രയും പ്രിയപ്പെട്ട അപ്പ, അപ്പൻ നന്നായി പഠിക്കണം. അപ്പനിലാണ് ഞങ്ങളുടെ ഒരേ ഒരു പ്രതീക്ഷ.
അപ്പം പഠിച്ച് വലിയ ആളായിട്ട് വേണം എനിക്കൊന്ന് കണ്ണടയ്ക്കാൻ, വിശ്രമിക്കാൻ. അപ്പം പാസ്സാവാൻ ഞാനും അമ്മച്ചിയും മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് സ്വന്തം മോനൊപ്പ്. വെറുതെ ന്യൂസൻസ് ഉണ്ടാക്കാനാണെങ്കിൽ വേറെ സ്ഥലം നോക്കണം. നിങ്ങളെ പോലല്ല, മറ്റു കുട്ടികൾ ഇവിടെ പഠിക്കാനാ വരുന്നത്. അവിടെ 4 അക്ഷരം പഠിക്കേണ്ട നേരത്തെ അവൻ ടീച്ചർ ക്ലാസ് എടുത്തോളൂ. In his famous work, Critic of Practical Reason, Immanuel Kant discusses about the behavior of എന്നാടാ പോയി? ഞാൻ പോവാ, എനിക്കൊന്ന് പോയിക്കണം. He goes on to elaborate Teacher. how the... എന്താ? ഒന്ന് ലാബ് വരെ പോണായിരുന്നു. ലാബോ? ഫിലോസഫിക്കോ? അയ്യേ, ആ ലാബല്ല, ഇത് മെഡിക്കൽ ലാബ്. ഷുഗറും കൊളസ്ട്രോളും ചെക്ക് ചെയ്യാൻ കൊടുത്തായിരുന്നേ ഫുഡിന് മുമ്പ്. ഇപ്പൊ ഫുഡ് അടിച്ചു 1 മണിക്കൂറായി, ഒന്നുകൂടെ കൊടുക്കണം. എന്ത്? ബ്ലഡ്. ഓ, കൂടെ ഞങ്ങൾക്കും പോണം, ഇല്ലെങ്കിൽ സൂചി കണ്ടാ മതി, അപ്പൊ തന്നെ കരയും. Get lost. എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. കണ്ട ടീച്ചർക്ക് ഫീൽ ചെയ്തു. ഒന്ന് പോടാവേ, ഇതിനകത്ത് ഇരുന്ന് അടയിരിക്കാൻ ഞാൻ പണിക്കയില്ല. വാടക പഠിപ്പിക്കുമ്പോ പിള്ളേര് ശ്രദ്ധിക്കണമെങ്കിൽ പിള്ളേരുടെ ശ്രദ്ധ തെറ്റിക്കുന്ന വകകളൊക്കെ മറച്ചു വെക്കേണ്ട ഇതമേന്തി. റിയാലിറ്റി ഷോയോ ഫാഷൻ പരേഡോ ഒന്നും അല്ലല്ലോ, പിള്ളേരെ പഠിപ്പിക്കലല്ലേ ജോലി. എന്നാ ഇനി ഞാൻ നാളെ മുതൽ പറഞ്ഞിട്ടോണ്ട് വരാം. അതും വേണമെന്നില്ല. ഞാൻ പിള്ളേരുടെ കാര്യമല്ല പറഞ്ഞത്, ആ 4 മുതുക്കന്മാരുടെ കാര്യ. അടിയോടി സാർ കൂടെ അറിഞ്ഞോണ്ടാണോ അവന്മാർക്ക് ഇവിടെ അഡ്മിഷൻ കൊടുത്തത്? മെറിറ്റ് ഉണ്ടോ അഡ്മിഷൻ കൊടുക്കണം. പിന്നെ PG കോഴ്സിന്റെ കാര്യത്തിലാണെങ്കിൽ പ്രായം ഒരു പ്രശ്നമല്ല. എവിടെ കാണട്ടെ? റഷീദ് മുന്ന, റെക്സ് ഇമ്മാനുവൽ, ഫിലിപ്പ് പിടിക്കുള, പത്മനാഭൻ, പപ്പു പപ്പു. ഇതിന് വരുന്നല്ലോടാ. കണ്ടില്ലേ, ഒപ്പം പഠിച്ചവരൊക്കെ ഇപ്പൊ അധ്യാപകരാ. എന്തിന്റെ സൂക്കേടാടാ നിനക്കൊക്കെ? ഇതൊക്കെ ഏതാനോന്നറിയാ ദമയന്തിക്ക്. ഇവിടുത്തെ പുഴയെ വലിയ പുള്ളികളാ. സാറും പേരിപ്പോഴും അടിയോട് അടിയുന്ന തന്നെയല്ലേ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. നിന്റെ ജീവപര്യന്തമൊക്കെ കഴിഞ്ഞോ? ഓ ഉവ്വ് സർ. പേടിക്കണ്ട, ബലാത്സംഗം ഒന്നുമല്ല, ഒരു ചെറിയ കൊലപാതകം. സാർ, ഞങ്ങൾ ഇനി ക്ലാസ്സിൽ ഒരലമ്പനുമില്ല. ആദ്യ ദിവസമല്ലേ സാർ, ക്ലാസ് എങ്ങനെയാന്നൊക്കെ ഒന്നറിഞ്ഞിരിക്കണ്ടേ, അതിനുവേണ്ടി കരുതാ. അതിപ്പോ അറിഞ്ഞല്ലോ, ഇനി മേലാൽ ആ ഭാഗത്തേക്ക് പോകരുത്. ഒരിക്കലും ഇല്ല സാർ. എന്നാ പിന്നെ ഞങ്ങളങ്ങോട്ട് ഞങ്ങളങ്ങോട്ട് ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട്. പോടോ. എന്താണ് മക്കളെ? ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ, അറിഞ്ഞിട്ടൊക്കെ പിന്നെയും പണി കിട്ടി. ആരാടാ? പിള്ളേരോ ഓർക്കാപ്പുറത്തുള്ള പണിയായിരുന്നില്ല, ടൂൾസ് എടുക്കാൻ പോലും ഓമരുന്നായിരുന്നില്ല. ടൂൾസ് എടുത്തപ്പോഴൊക്കെ നീ ഇതേ കൂടുതൽ തല്ല് വാങ്ങിയിട്ടുണ്ട്. ഇത് അങ്ങനെ വിട്ടാ പറ്റില്ല, ഇന്ന് തന്നെ അവിടെ കയറി പൊളിക്കണം. മണ്ടത്തരം പറയലടാ, നമ്മുടെ സ്റ്റാൻഡിൽ ഒതുങ്ങി കിട്ടും, എന്നിട്ട് മതി. കുഞ്ഞുങ്ങളെ എന്തോന്നാടാ വഴിയെ പോണ അടി മുഴുവൻ നിങ്ങളെന്താ ലേലം വിളിച്ചെടുത്തിരിക്കുക? ഇടയ്ക്ക് ഇങ്ങനെ കിട്ടുന്നതല്ല, എന്നാൽ എന്റെ ഒരു പേടി അങ്ങ് പോകും. എന്നാലും ഇത്രയും പേരുണ്ടായിട്ടും എടാ നാണമില്ലല്ലോ. അടിയും കൊണ്ടേച്ച് ഇവിടെ നിന്ന് മണ്ഡലം കമ്മിറ്റി കൂടിയിട്ട് കാര്യമൊന്നുമില്ല. അവിടെ ലോ കോളേജ് കയറി ഇടിച്ച് നൂത്തണം. ധൈര്യം ഉണ്ടോടാ നിങ്ങക്ക്? അടുത്ത റൗണ്ട് അടി കൂടി വാങ്ങി തരാനുള്ള പരിപാടിയാ. അടിയെന്ന് എഴുതി കാണിച്ച അട്ടത്ത് കയറി ഒളിക്കുന്ന ടീംസാ. ധൈര്യം കൊണ്ട് വന്നേക്കണം. ആഹാ, മക്കൾ ഇടി കണ്ടോ? നല്ല ചങ്ക് പൊളിക്കണ ഇടി. വാടാ, കളത്തിലൊന്നും ഇറങ്ങണ്ട, ബാൽക്കണി ഇരുന്നങ്ങ് കണ്ടാ മതി. മോളെ, ഇതൊരു ഫാമിലി എന്റർടൈനർ ആണ്, നിങ്ങൾ ലേഡീസിനും വരാം. എന്തോ നട നോക്കി നിൽക്കുന്നത്? ലോ കോളേജ് കയറി അടിച്ച് പൊളിക്കടാ. അതെ, അടി ആമ്പിള്ളേർക്ക് മാത്രം, അതിനിടയ്ക്ക് തപ്പാൻ നിൽക്കരുത് കേട്ടാ. അയ്യേ പോടാ.
എന്റെ ഒറ്റ ഇടിക്കാൻ വീണു. നോക്കുമ്പോഴയാ അവന്റെ മൂക്കിന്നും പൈപ്പ് തുറന്ന പോലെ ചോര. അയ്യേ, ഈ ഞരന്ത് പിള്ളേരാ. നാണോ ഇല്ലടാ, ഓഞ്ഞ പിള്ളേരെ അടിയും മേടിച്ചു വന്നേക്കുവാ. ഞാൻ ശരിക്കും വേർത്തുകൂടിയില്ല. ഓഹോ, പപ്പേ, എന്നാ പിന്നെ അങ്ങോട്ട് തുടങ്ങല്ലേ. അല്ല ഞാൻ വരണോ? വാടാ. ഓടിക്കണടാ, നിക്കടാ, വയ്യ. നിക്ക് നിക്ക് നിക്ക്. ഓടരുത് ഞാൻ പറഞ്ഞല്ലടാ. ഓടിക്കരുന്ന് പറഞ്ഞല്ലടാ. തിന്നാതെ എണീറ്റ് പോടാ. ബൈക്ക് പണി ഉണ്ടാക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. അയ്യോ, ഇവര് ഓടിക്കാൻ പറ്റിയാണോ? വേഗമാട്ടെ, ജന്മനക്ഷത്രം തീരാറായി. വൈകിക്കട്ടെ, കട്ട് ചെയ്യൂ. Hey, come on. Excuse me. Hey, Jenny, many more happy returns of the day. thank you. Oh. Happy birthday to you. Happy birthday to you. Happy birthday dear. Sorry. നീയൊക്കെയാണ് ഈ പിള്ളേർക്ക് ഇങ്ങനെ വളം വെച്ച് കൊടുക്കണേ. തല്ലുള്ളി തരുമല്ലേ കാണിക്കണേ. കാശിന്റെ ഹുങ്ക് അല്ലാണ്ടത്താ. കവി എന്താ ഉദ്ദേശിച്ച തെളിച്ച് പറ.
ഇത്തിരി ഇല്ലാത്തൊരു പെങ്കൊച്ച് റിസോർട്ടിൽ റൂം എടുത്ത് ബർത്ത്ഡേ ആഘോഷിക്കുന്നു, അതും രാത്രിയിൽ വിത്ത് കള്ള. ഈ പ്രായത്തിൽ എനിക്കുണ്ടൊരു മോള്. അവളുടെ പിറന്നാൾ ആഘോഷിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? നല്ല തൂശനില വെട്ടിയിട്ട് തുമ്പപ്പൂ ചോറ് വിളമ്പി ആശിച്ച കറികളെല്ലാം നിരത്തി വച്ച്. അതാണ് അവള് ചിത്തറിന്റെ ക്ലാസിലൂടെ ഒളിച്ചോടി പോയത്. എടുക്കണ ഒരെണ്ണം കൂടി. നീ അറിഞ്ഞ എന്താ മുന്നേ ചിറി ചോരുന്ന എന്നാ കൂടിയാണ് ചേർക്ക കൂമ്പ് വാടിപ്പോ. കാത്തൊരു കത്തുരി മാമ്പഴ കാക്ക കൊത്തി പോയി. അയ്യോ പപ്പുച്ചു കൊത്തി പാട്ട് പാടാനുള്ള സ്വാതന്ത്ര്യമല്ലേ? നീ പാടൂടാ. എന്നാടാ? ഒന്നുമില്ലടാ ജെനി, കമോൺ. നീ എന്താ ലിക്കർ പോലും കഴിച്ചോ? ഇല്ല, ഞാനൊരു കോളയെ കഴിച്ചുള്ളൂ. ശരി ശരി ശരി, വാ 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 വാ. കോളയില് പിള്ളേരാരോ പറ്റിച്ച പണിയാ. ഏയ് അവന്റെ ഒരു ചങ്കൂരം കണ്ടവളിയാ. ഇത്ര ആളുകൾ ഇവിടെ നിൽക്കുമ്പോ അതവന്റെ മിടുക്ക്. പണ്ടേ ഇങ്ങനെയാണല്ലോ. ഓ കൊള്ളാം കൊള്ളാം. പക്ഷേ ഈ പോയത് അസൂയ. കാണിക്കുന്നോടാ നാറി. നിനക്കെന്ത് ഭ്രാന്താണോ? നീ മിണ്ടരുത്. ജെന്നി, മതി അഴിഞ്ഞാട്ടം. വിളിച്ചോണ്ട് പോ ഇവിടെ. ഇന്ദു, ഈ സൂക്കേടിന് ചികിത്സ വേറെയാ വേണ്ടത്. ജയിലോ തൂക്കുമരോ ഒന്നുമല്ല. മധ്യസ്ഥര് വന്നേക്കണു. ഞാൻ നിന്നോടൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അവനോട് പ്രേമാണെന്ന്. അവൻ പറഞ്ഞിട്ടുണ്ട് എന്നോട്. ചിലക്കല്ലടി മറ്റോളെ 24 മണിക്കൂർ എന്റെ തോളിലും ബൈക്കിലും കയറി നടന്നപ്പോ കണ്ടുകണ്ട എല്ലാരും പറഞ്ഞല്ലോ. നീ കേക്ക തന്നെ. അപ്പൊ നീ പറഞ്ഞു അങ്ങനെ ഒന്നും ഇല്ലാന്ന്. അപ്പൊ പറയാൻ എനിക്ക് സൗകര്യമില്ലായിരുന്നു. ക്യാമ്പസ് ആകുമ്പോ കാണാൻ കൊള്ളാവുന്ന ആരെങ്കിലും ഒരുത്തം വേണം കുറച്ചു നാൾ കൈ തൂങ്ങാൻ. എന്ന് വെച്ച് അത് നെഞ്ചു പൊട്ടുന്ന പ്രേമാന്നാ നിന്റെ വിചാരം? നീ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് പറയാ എനിക്ക് നിന്നോട് ഒരു മണ്ണാൻ കട്ടിയില്ല. പ്രേമിക്കാൻ കല്യാണം കഴിക്കാനുള്ള മെച്ചൂരിറ്റി ഉണ്ടോ നിനക്ക്? എല്ലാരും മൊഴിയെടുത്തോ? കൂടെ ഉണ്ടായിരുന്ന കുറച്ചു പേരുടെ മൊഴിയെടുത്തു. സീൻ മാസ്റ്റർ തയ്യാറാക്കാൻ ASI പോയിട്ടുണ്ട്. ഡോക്ടർ എന്ത് പറഞ്ഞു? തെളിച്ചൊന്നും പറഞ്ഞില്ല. കുട്ടിക്ക് ബോധം വീണ് റൂമിലേക്ക് ഇപ്പൊ മാറ്റിയിട്ടുള്ളൂ. ഓക്കെ, സോറി സർ. എന്താണ്? CI തോമസ് ജോർജ് നമ്മളൊക്കെ അണ്ടറിലായിരുന്നപ്പോ ജയിലിന്റെ ഇൻചാർജ് ആയിരുന്നു. നല്ല പരിചയ. എന്നെ കണ്ട കലിപ്പ. ഇയാളെന്താ ഇവിടെ? കൂടെ പഠിക്കാത്രേ 4 പേരും. പഠിപ്പിക്കുന്ന സാറന്മാര് പറഞ്ഞപ്പോഴാ വിശ്വാസമായത്. മാം, എന്നെ ആരും കൊല്ലാൻ ശ്രമിച്ചിട്ടില്ല. എനിക്കൊരു പരാതിയില്ല. ഒരുപക്ഷെ എന്തെങ്കിലും കണ്ട് പേടിച്ചതായിരിക്കും. സ്റ്റാങ്കിൾ ചെയ്യാൻ ശ്രമിച്ചതിന്റെ ലക്ഷണമൊന്നും കാണുന്നില്ല. ഓഹോ, എങ്കിൽ പിന്നെ കഴുത്തില് ഷാള് മുറുകിയതും ബോധം പോയതും എന്തിന്റെ ലക്ഷണാന്ന് പറയണേ ഡോക്ടറെ? അതൊക്കെ പറയേണ്ടത് ഈ കുട്ടിയല്ലേ. ജെനി, നീ ആരെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുന്നത്? ഉള്ളത് തുറന്ന് പറ പോലീസിനോട്. മാം, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പരാതിയില്ലെന്ന്. അയ്യോ, ഈ കേസ് അന്വേഷിക്കാൻ മോൾ അങ്ങനെ പ്രത്യേകിച്ചൊന്നും എഴുതി ഒപ്പിട്ട് തരണ്ട. ഇതേ നോൺ ബെയിലബിൾ ഒഫൻസാ. വേണ്ടത് ഞാൻ ചെയ്തോളാം. ചിലരുടെയൊക്കെ നിഴൽ വീണപ്പോഴേക്കും പഴയതൊക്കെ ആവർത്തിക്കാൻ തുടങ്ങുക. സാറൊന്നും മറന്നിട്ടില്ലല്ലോ അല്ലേ?
അവിടെ വന്നാ മതി. ഈ പത്മനാഭനുമായിട്ട് നിങ്ങൾ എങ്ങനെയാ? ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് ആണ് സാർ. അന്നോ ഇന്നോ? അന്നും ഇന്നും. ഓഹോ, അപ്പൊ എല്ലാം അറിയുന്ന കൂട്ടുകാരാ. ഓക്കെ, ആരുടെ താല്പര്യമായിരുന്നു ഇപ്പൊ ഇങ്ങനെ ഒരു റീ എൻട്രി? അത് സാർ പപ്പുവിന്റെ ആഗ്രഹമായിരുന്നു. ഒരു രസത്തിന് വെറുതെ. രസത്തിന് പെമ്പിള്ളാരെ കരുതിയരിച്ചു കൊല്ലുന്ന അവനൊരു രസമായിരിക്കും. അതിന് കൂട്ടു നിൽക്കുന്നതാണോ നിങ്ങളുടെയും രസം? ആത്മാർത്ഥ സുഹൃത്തുക്കൾ അറിയാൻ വേണ്ടി പറയാ, 10-12 വർഷങ്ങൾക്ക് ശേഷം ജീവപര്യന്തവും കഴിഞ്ഞ് അതേ കോളേജിലേക്ക് അവനെ കെട്ടിയെടുത്തെങ്കിൽ അത് വെറുതെ ആവില്ല. തീർക്കാൻ ബാക്കി വെച്ച എന്തോ ഒന്ന് അവനെ ക്യാമ്പസിലുണ്ട്. അതിന്റെ തെളിവ് ഇന്നലെ കണ്ടത്. എന്താ വേണ്ടെന്ന് എനിക്കറിയാം. ആരും ഇല്ല ഇവിടെ. 6-7 വർഷമായിട്ട് ഞാൻ ഒറ്റയ്ക്കാ. തുടർന്ന് ഒറ്റയ്ക്ക് തന്നെ മതിയെന്ന് തീരുമാനിച്ചത് ഞാനാട്ടോ. ആരോടും ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റും വേണ്ടാന്ന് കരുതിയിരുന്നത്. എന്റെ അനുഭവങ്ങൾ അത്രയ്ക്കുണ്ടേ. പക്ഷേ നിന്നോട് മാത്രം. ജെനി കേട്ടിട്ടുണ്ടാവും, നമ്മുടെ ക്യാമ്പസിൽ വെച്ച് ഒരു പെൺകുട്ടി കൊല്ലപ്പെട്ട കഥ. 10-12 വർഷങ്ങൾക്ക് മുൻപാ. കേട്ടിട്ടുണ്ട്, പക്ഷേ വ്യക്തമായിട്ട് അങ്ങനെ. അതവളാ, ലക്ഷ്മി. എന്റെ അനിയത്തി. നിന്നെ പോലൊക്കെ തന്നെയായിരുന്നു എന്റെ ലക്ഷ്മി. കമ്പനി മുഴുവൻ ബോയ്സുമായിട്ട്. അന്ന് കോളേജ് ഡേ. നാടകത്തിൽ അവളും 4 ബോയ്സും മാത്രം. ആ 4 പേരെ ഇപ്പൊ ജെനി അറിയും. മാം, അവരോ? പപ്പു? അതെ. നാടകം കഴിഞ്ഞു. ഞാൻ നോക്കുമ്പം മേക്കപ്പ് പോലും മാറ്റിയിട്ടില്ല അവള്. അതേ വാട്ടർ ടാങ്കിന്റെ ചുവട്ടില് എന്റെ കുട്ടി. ജെനി, എനിക്ക് നിന്റെ കാര്യത്തിൽ പേടിയുണ്ട്. എന്റെ ലക്ഷ്മിക്ക് സംഭവിച്ചത് എനിക്ക് സംഭവിക്കരുത്. ഏലത്തിന് ഇപ്പൊ എന്നാ വില? കുരുമുളകിനോ? പോട്ടെ, റബ്ബറിനോ? ഈ കൂതറ റബ്ബറിനുണ്ട് 2 രൂപ. ഡിസ്നി ആണെങ്കിൽ 10 രൂപ. കേട്ടോ, ഇവന് അതെങ്കിലും അറിയാം. നിനക്കോ? അത്ര വലിയ അത്യാവശ്യമാണ്, ഞാൻ വേണേൽ വിളിച്ചു വെച്ചിട്ട് പറയാം. നിനക്ക് വിളിച്ചു ചോദിക്കണം. എടാ, മാളിക്കൽ മാത്തുക്കുട്ടിച്ചായനോട് ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പറയുമായിരുന്നു മാർക്കറ്റ് എന്നതാണ്. നിന്റെ അപ്പന്റെ കാര്യാ പറഞ്ഞത്. രാവിലെ എന്റെ അപ്പനെ വിളിക്കാനാണോ നിന്റെ പപ്പ വന്നിരിക്കുന്നത്? പപ്പയ്ക്ക് ഇപ്പൊ എന്നാ വേണ്ടേ? എനിക്ക് വേണ്ടത് എന്റെ മോൾക്ക് നീ അത്യാവശ്യം കൊടുക്കേണ്ട സാധനം. എന്ത്? മനസ്സമാധാനം. മനെ, നീ കാലത്ത് തന്നെ വെള്ളമടി തുടങ്ങുമെന്ന് ഇവളെന്നോട് പറഞ്ഞതാ. നിന്നോട് ഞാൻ ഒരു വാക്ക് ചോദിച്ചോ? നേരം വെളുക്കുന്നേടം വരെ ക്ലബിലിരുന്ന് ചീട്ടുകളിയാണെന്നും ഞാൻ അറിഞ്ഞതാ. എന്നിട്ടും നിന്നോട് ഞാൻ ഒരു വാക്ക് ചോദിച്ചോ? പക്ഷെ ഇപ്പോ നീ കോളേജിൽ പോണെന്ന് അറിഞ്ഞപ്പോ എന്റെ പൊന്നു മോനെ, ഞാൻ ആകെ തകർന്നു പോയടാ. അതപ്പാ സ്കൂളിൽ പോകാത്തോണ്ടാ. നീ മിണ്ടായിരടാ. മനെ, എല്ലാത്തിനും ഒരു സമയവും കാലമൊക്കെ ഉണ്ട്. വെറുതെ വീട്ടിലിരുന്ന് തിന്നുകുടിച്ച് ബോറടിക്കണ്ടെന്ന് കരുതിയാണ് നിന്നോട് ഞാൻ പാർട്ടിയിലേക്ക് വരാൻ പറഞ്ഞത്. എടേ, യൂത്ത് വിങ്ങിന്റെ 18 ജനറൽ സെക്രട്ടറിമാരിൽ ഒരെണ്ണം ഇവന് വേണ്ടി ഞാൻ റിസർവ് ചെയ്തു വെച്ചതാ. പക്ഷേ അതും ഇവന് വേണ്ട. വല്യപ്പച്ച ഒരു വാക്ക് പറഞ്ഞാ മതി, ഞാൻ ഈ പഠിപ്പൊക്കെ നിർത്താം. സെക്രട്ടറി ആക്കണമൊന്നുമില്ല. കണ്ടോ, ഇതാണ് സ്പിരിറ്റ്. വീണ്ടും പുച്ഛം. പപ്പയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇതിന്റെ മണ്ടയിൽ ഇതൊന്നും കയറുകയല്ല. പപ്പ ചെല്ല്, മീറ്റിംഗ് വൈകണ്ട. ഓ ശരിയാ. അപ്പാപ്പ ഇറങ്ങട്ടെ മക്കളെ. എന്താ, ഞാനങ്ങ് ഇറങ്ങുവാ. ഒരു ലേന ചർച്ച ഉണ്ട് ആലുവയിൽ വെച്ച്. ആരുമായിട്ടാണോ? ആരെങ്കിലും ഒക്കെ ആയിട്ട്. കൊറേ ഉണ്ടല്ലോ.
നീ എന്താണ് വിചാരിച്ചത്? നിന്റെ കോരപ്പനെ കാണിച്ച് അങ്ങ് വരണ്ടു വന്നോ? എന്റെ പട്ടി പഠിക്കും. കാലത്തിൽ അപ്പനെ പറഞ്ഞോണ്ടല്ലോ കൊച്ചിരിക്കുന്നു ഞാൻ നോക്കില്ല നിർഗന്ധലക്ക് ഞാനൊന്ന് വെച്ച് തരുവേ. ആഹാ, ഇതിനെതിരെ ഞാൻ ശക്തമായിട്ട് ആഞ്ഞടിക്കൂടി. ആഞ്ഞടിക്കും. വെറു പേടിപ്പിക്ക പന്നി. എന്താ കണ്ടൂടെ? നീ ഇതെവിടെ പോടി? പാലായ്ക്ക് എന്റെ വീട്ടിലേക്ക് പഠിച്ച IAS കിട്ടിയിട്ട് ഇങ്ങനെ വിളിക്കും. നീ തന്നെ കാണിക്കുന്നത്? എനിക്ക് മതിയായി. ചെറുക്കനെ കൂടെ കൊണ്ടുപോടി. സൗകര്യമില്ല. വീട്ടിൽ നിന്ന് വന്നപ്പോ ഞാൻ ഇതിനെ കൊണ്ടല്ലോ വന്നത്. മമ്മിയുടെ ഒപ്പം പോയി കാർ കയറാം. അങ്ങനെ അപ്പൊ ഒറ്റയ്ക്ക് വിലസണ്ട കേട്ടാ. ഇവനെയൊക്കെ ഏത് നേരത്താണോ? അത് അന്നേരം ആലോചിക്കണം. ചേട്ടനെന്താ ആകെ ഗ്ലൂമി ആയിട്ടിരിക്കുന്നേ? മോളെ, വിവാഹ ജീവിതത്തിലേക്ക് കടക്കും മുമ്പ് ഒരു കാര്യം എപ്പോഴും ഓർക്കണം. ഭർത്താവിന്റെ സന്തോഷം അതായിരിക്കണം മോക്കടെ സന്തോഷം. ഓക്കെ? അതെ, ഞാൻ ഇറങ്ങിട്ടോ. നല്ലൊരു പണി കൂടി കൊടുത്തിട്ടുണ്ട്. മാത്തനെ വീട്ടിൽ തന്നെ നിർത്തി. ഇനി കോളേജിൽ പോകുന്നൊന്ന് കാണണമല്ലോ. മുന്നേ ഞാനിവിടെ പൂട്ടിയിട്ടുണ്ട്. വീടും കുടുംബവും ഇല്ലാത്ത ബാക്കി രണ്ടുപേരുണ്ടല്ലോ. ഇനി അവര് പോട്ടെ കോളേജില്. ഇതുപോലെ ഞാൻ നിന്നോട് വേറൊന്നിനും കെഞ്ചിയിട്ടില്ല. 2 ക്ലാസ് മിസ് ചെയ്താൽ മതി. പാച്ചപ്പ് ചെയ്യാൻ വലിയ പാടാ. നിനക്കറിയോ, ഞങ്ങള് 4 പേരും തമ്മിൽ ഒരു മത്സരം പോലുണ്ട് ഫസ്റ്റ് റാങ്കിന് വേണ്ടി. നീ ഒന്ന് സഹകരിച്ച ഫസ്റ്റ് റാങ്ക് നിന്റെ ഇക്കാക്കൊക്കെ തന്നെയാ. പൊയ്ക്കോട്ടടി പ്ലീസ്. ഓ താങ്ക് യു മുത്തേ. മുന്നേ ഇവിടുന്ന് ഇറങ്ങിയ ഞാൻ അപ്പൊ ഷട്ടർ ഇടും. പെട്ടല്ലോ പടച്ചോനെ. ഇത് എവിടെ പോയി കിടക്കട? മണി 11 കഴിഞ്ഞില്ലേ? എടാ പാത്തുമ്മ എന്നെ പൂട്ടിയിരിക്കുക. ഒരു പഴുത് കിട്ടിയ ഞാൻ ചാടും. പാത്തുമ്പോനെ പൂട്ടിയിട്ടിരിക്കുകയെന്ന്. കൂട്ടും. അതല്ല ഞാൻ കല്യാണം കഴിക്കാത്തത്. എന്തോ ഇവന്മാരുടെ വീട് കൂടിയൊക്കെ സുനാമി അടിച്ചു പോയി. ആണ്ട് പിടിച്ചപ്പോ വീട്ടുകാർ പിടിച്ച് പുറത്താക്കിന്റെ അവിടെ. ഇങ്ങോട്ട് തന്നെ പെട്ടിയും കിടക്കൊക്കെ ഉണ്ടല്ലോ. ഇവിടെ അലമ്പാക്കുമാര്. മക്കളെ, നമ്മുടെ പണി തുടങ്ങാം. കണ്ട അവന്റെ അമ്മൂമ്മയുടെ പേരെടുത്ത കട്ടില്ല അത്. വാടാ മക്കളെ, വാടാ പിള്ളേരെ, വാടാ മക്കളെ. തേനീച്ച കൂടി ഞാനും പൂരം കാണാൻ ഞാനും പൂരം കാണാൻ. പൂരം എനിക്കുന്ന കാണണ കാണ, പൂരത്തിന് എനിക്കുന്ന പൂരം കാണ. ഞാനും പൂരം കാണാൻ. ഞാനും പൂരം കാണാൻ. ഞാനും എന്താടാ? മണി 12ആയി. അതിന് വളരുന്ന പിള്ളേർക്ക് പോയി കിടന്ന് ഓർക്കണ്ടേ? എല്ലാരും പോയി കിടന്ന് രാവിലെ എല്ലാരും നേരത്തെ അണിച്ചോളാം. ഡ്രില്ലുള്ളതാ.
എന്താടാ മസിൽ വേണ്ട എനിക്ക് ഓ പെട്ടെന്ന് പടാ എവിടെയാടാ നിന്റെ അച്ഛനാണോ പറയുന്നത് തുറക്കടാ തിണ്ടികളെല്ലാം ചളവാക്കുന്നു തോന്നേ തുറക്കട പുല്ലേ തുറന്നില്ലെങ്കിൽ ചവിട്ടി പൊളിക്കും നീ ചവിട്ട് വാങ്ങിക്കുകയും ചെയ്യും ഞാനോ അല്ല അവന്മാര് എന്താ ഉറങ്ങാനും സമ്മതിക്കില്ലേ? മക്കൾ ഉറങ്ങാൻ വരട്ടെ, ആദ്യം നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. എനിക്ക് ഉറങ്ങണം, നാളെ സംസാരിക്കാം. എന്ത് പണ്ടാരാ ഇത്? ഹോസ്റ്റലിൽ സ്വയം തരില്ലേ? അവരുറങ്ങണം. അപ്പൊ മക്കൾ ഇവിടെ ക്യൂ നിൽക്കായിരുന്ന ആരടാ അവള്? എന്റെ ഭാഗ്യം എല്ലാരും ഒക്കെയാ ഫീസ് കൊണ്ടുതരാൻ വന്നതാ. എത്രയാ അക്കാ ഫീസ്? നിന്റെ ഫീസൊക്കെ ഞങ്ങൾ അടയ്ക്കൂലേ, അക്കനെ ബുദ്ധിമുട്ടിക്കേണ്ട വല്ല കാര്യം അതും ഈ നേരത്ത്. പേരെന്നാ? വത്സല. വീടോ? വടുതല. അയ്യോ വടുതല വത്സല. ഓ നിങ്ങളപ്പോ നേരത്തെ പരിചയക്കാരാണല്ലേ? എന്താടാ കോളേജ് ഹോസ്റ്റലോ അതോ ജാനകി വിലാസം ലോഡ്ജോ? എന്നാടാ നീ ഞങ്ങളെ പറ്റി വിചാരിച്ചത്? ഞങ്ങളൊക്കെ നല്ല അന്തസ്സുള്ള കുടുംബത്തിൽ വന്ന പോക്കിത്തരം കാണിച്ചാട്ടല്ലോ. ഇതിങ്ങനെ വിട്ടാ ശരിയാവില്ല. എടുക്കടാ നിങ്ങളുടെ മൂന്നെണ്ണത്തിന് വീട്ടിലെ ഫോൺ നമ്പർ അറിയിച്ചിട്ട് തന്നെ കാര്യം. അയ്യോ ചേട്ടാ ചതിക്കരുത്, ഒരു അബദ്ധം പറ്റിയതാ, ഇനി ആവർത്തിക്കില്ല. ഉറപ്പാനോടാ? സത്യം. അക്കന്റെ തലത്തോട്ട് സത്യം ചെയ്യും. സത്യം. പിന്നെ എത്രയും പെട്ടെന്ന് വടുതിലേക്ക് ഉണ്ടാക്കിയിട്ട് വേണം ഞങ്ങൾക്ക് കണ്ണടയ്ക്കാൻ. പോയി ഉള്ളി കിടന്ന് ഉറങ്ങടാ. വൃത്തികെട്ട ഒരു ബാച്ച് കണ്ണടയ്ക്കാൻ. അവിടെ നിന്നാ മതി. കൊണ്ടുപോ. ഗുഡ് ഈവനിങ്. നാലുപേരും കൂടെ സ്കൗട്ടിന് പോടാ. പിന്നെന്താ നിരന്ന് നിൽക്കുന്നേ? ഉറക്കം വരുന്നില്ലേ? എന്നാ പോയി കിടന്ന് ഉറങ്ങ. റിവേഴ്സേ പോവുള്ളല്ലേ? അത് ശരി. വൃത്തികെട്ടവന്മാർ എന്താടാ ഇത്? വന്ന് കേറിയില്ല, അതിനു മുമ്പ് തുടങ്ങിയടാ. അല്ല അത് ഈ മുറിയിൽ 4 പേരും കൂടെ, അതും ഈ കൂതറ പെണ്ണുമായിട്ട്. നാണമില്ലടാ നിനക്കൊക്കെ? എടാ നിന്റെയൊക്കെ ഭാര്യ മക്കളും അറിഞ്ഞ എന്തായിരിക്കും? അതുപോലെ എടാ ഇവിടെ പുറത്തുള്ള നാട്ടുകാരറിഞ്ഞ എന്തായിരിക്കും അവസ്ഥ? പെണ്ണുങ്ങളെ കാണാത്ത പോലെ പോയി കിടന്ന് ഉറങ്ങണ്ട. ഇറങ്ങി പോടി കുതിര പുറത്ത്. പോടാ പോടാ. ഹോസ്റ്റലിന്റെ പേര് കളയാനായിട്ട് ഓരോരുത്തന്മാര് ഇറങ്ങി തിരിച്ചോളും. നിക്ക, ഇന്നിപ്പോ രാത്രി യാത്ര വേണ്ട. പ്രത്യേകിച്ച് ഈ പ്രായത്തിൽ നമുക്ക് ഇവിടെ കിടക്കാം. പേടിക്കണ്ട, കൂട്ടിന് ഞാനും ഉണ്ടാവും. അവന്മാരെ പോലെ വഴിയിൽ നിന്നിട്ട് പോവില്ല, ലാസ്റ്റ് വരെ കാണും. വാ വെളിച്ചത്തിൽ നിന്ന് മാറിയേക്കാം. 16 കഴിഞ്ഞല്ലോ അല്ലേ? നടക്ക്. ലൈറ്റ് എനിക്ക് അലർജിയാണ്. പിന്നെ ഒരു കാര്യം പറയാൻ പറ്റൂ, ഐ ലവ് യു. ഐ 3 ലവ് യു. സമയം കളയാതെ ഇതിനകത്തോട്ട് കയറി. അയ്യോ ഇതിനകത്തോ? കല്യാണം കഴിക്കാനൊന്നും അല്ലല്ലോ, നീ ഉള്ള സ്ഥലം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യപ്പി. ഹോസ്റ്റലിലേക്ക് സെറ്റ് ഇട്ടത് നന്നായി. പേടിക്കണ്ട, ഇത് കൊതുകുവലയാ. എന്റെ തങ്കപ്പട്ടി അല്ല തങ്കക്കുട്ടി. സ്വിച്ചിന്റെ പുറത്താ നീ കയറിയിരുന്നത്. ആൾക്കാർ കൂടി ഞാൻ സ്വന്തം സഹോദരനാണെന്ന് പറ. അത് ശരി, നീയൊക്കെ ആള് വിളിച്ചു കൊതിക്കറുപാടി. ഞാൻ പോണേ സഹോദരനാ. പോട്ടെ പെങ്ങളെ. ഇന്ന് രാത്രി അക്കൻ ഇതിനകത്ത് കിടന്നാ മതി. ഞാൻ വേണേ ഇവിടെ നിന്ന് കാവലിരുന്നോളാം. അല്ല അവന്മാരെങ്ങനെ വന്നാലോ? വഴിതെറ്റാ നമ്മൾ വേണ്ട നോക്കാൻ. എന്തോ എങ്ങനെ? അതെ നമ്മളെല്ലാരും ഇന്ന് ടെറസിലാ കിടക്കുന്നു. നീ ഞങ്ങളുടെ നടുക്കും. ഗുഡ് മോർണിംഗ്. എന്ത് ഗുഡ് മോർണിംഗ്? എന്റെ അമ്മച്ചി, പിന്നെയും പീസുകള് വന്നേ. എവിടെ അവന്മാര് കാലത്തേനെ 2 മുറ്റം പീസുകൾ ഇറങ്ങിയിരിക്കുന്നത്. എവിടെ ഒപ്പിക്കണോ? ഇവിടെ എങ്ങനെ അധികം നിൽക്കണ്ട, ആരെങ്കിലും കണ്ടാ മോശല്ലേ? അതെ. ഈ റഷീദ് മുന്ന ഞാൻ തന്നെ മുന്ന. സ്നേഹമുള്ളവർ എന്നെ മുന്നാന്നും വിളിക്കും. സ്നേഹമില്ലാത്തവര് നിന്നെ എങ്ങനെ വിളിക്കും? ചക്ക ഒലിപ്പിക്കല്ലേ? ഇതൊക്കെ കുറെ കണ്ടതാ. ഞാൻ ഇടിക്കുള്ളയുടെ ഭാര്യ, ഇത് മുന്നയുടെ ഭാര്യ. വിളിക്കവരെ. മുന്നയുടെ ഭാര്യ, ഇടിക്കുള്ളിയുടെ ഭാര്യ. എടാ ഇപ്പൊ റൂമിലാരാ? മുന്നയുടെ ഭാര്യയോ ഇടിക്കുള്ളിയുടെ ഭാര്യയോ? അത് മുന്നയുടെ തന്നെ ആയിരിക്കും. എവിടെ? അകത്തുണ്ട്. വാ എന്നാ പിന്നെ അതൊന്നും അറിയണല്ലോ. വന്നടാ. അല്ലേ വേണ്ട. അതെ ഹലോ, മേലാൽ ഈ ഏരിയയിൽ കണ്ടുപോരുതേ, വെറുതെ പിള്ളേരെ പഠിപ്പിക്കാൻ. എന്നാ പിന്നെ പോട്ടല്ലേ.
അവന്മാര് വന്നേ വേഗം വാ തന്നെ ആ റൂമില് താങ്ക് യു സാറേ. പണിയെടുക്കാതെ കാശ് കിട്ടുന്നത് ആദ്യമായിട്ടാ. രാവിലെ വരെ ഞാൻ ഉറങ്ങിയില്ല. ഇന്നലത്തെ രാത്രി അടിപൊളിയായിരുന്നു കേട്ടോ. അമ്മా, ഇന്ന് രണ്ടുപേരുണ്ടല്ലോ. ഹായ്. റെക്കമെൻഡ് ചെയ്യാണെന്നൊന്നും വിചാരിക്കരുത്. വളരെ നല്ല ആൾക്കാരാ. ഇന്നലെ രാത്രി എന്തായിരുന്നു ഇവിടെ? നല്ല കാശും കിട്ടും. വത്സമേ പോന്നു എൽസമേ പോന്നു മോനെ കൊണ്ടുവന്നില്ലടി. എന്തിന്? അപ്പന്റെ അഴിഞ്ഞേട്ടം കാണിക്കാനോ? മുത്തേ എന്നെ സംശയിച്ചൊന്നുമില്ലല്ലോ. ഫാത്തിമ കാണിച്ച് ഭയങ്കര ബോറായി പോട്ടോ അല്ലേ? നാണം കേട്ടോ മരം. കള്ളുകൂടി പെണ്ണുകൊടുത്തായിട്ട് ഇവിടെ തന്നെ കൂടിക്കോ. കെട്ടൊഴിയ വീട്ടുകാരെ കൂട്ടി വന്നേക്കും പള്ളിക്കോടതിയിലേക്ക്. ഫാത്തിമ പോയ പടച്ചവനാണ്, പിന്നെ ഞാനില്ല. അറിയൂടാ, എന്തൊക്കെ പറഞ്ഞാലും അവള് പൊന്നാണ്, പൊന്ന്. 14 വയസ്സിൽ തുടങ്ങിയത് അവക്ക് എന്നോടുള്ള ഇഷ്ടം. പോയില്ലേ, എല്ലാം പോയില്ലേ. എന്തിനാണെങ്കിലും തേങ്ങുന്നത്? എങ്ങനെ തേങ്ങാതിരിക്കും? തേങ്ങ എങ്ങനെ വേണോ തിരിക്കാം. അവളുമാര് പോകാതിരിക്കാൻ തരയില്ല. വെടിവഴിപാടല്ലേ വിഷയം. എന്റെ എൽസ പറഞ്ഞ് പോട്ടെ എന്ന് വിചാരിക്കാം. പക്ഷെ എന്റെ മോൻ മാത്തുക്കുട്ടി എങ്ങാനും പറഞ്ഞ അവൻ വഴി വിളിച്ചു പോകുന്നതാണ് എന്റെ പേടി. നിനക്ക് തെറ്റി. നിന്റെ മോനിത് അറിഞ്ഞാൽ വടുതല വത്സല വഴിതെറ്റി പോകുന്ന എന്റെ പേടി. നിങ്ങൾ കരയണ്ട. എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാനൊരു കാര്യം പറയാം. സ്ത്രീകളുടെ മുമ്പിൽ നമ്മൾ ഒരിക്കലും താണു കൊടുക്കാൻ പാടില്ല. എന്നെ പോലെ നെഞ്ചും വിരിച്ച് നിൽക്കണം. ഞാൻ എന്റെ ഭാര്യ ഉണ്ടല്ലോ, വരച്ച വരയിൽ നിർത്തും. ആ, പക്ഷെ എവിടെ വരയ്ക്കണമെന്ന് അവള് തീരുമാനിക്കും. പപ്പു പോയിട്ടില്ലേ അവളന്മാരെ പറഞ്ഞ മനസ്സിലാക്കാൻ? അവൻ പോയിട്ട് എന്തുണ്ടാക്കാൻ? അവന്റെ ഒറ്റൊരുത്തന്റെ സൂക്കേടല്ലേ ഇത് ഇവിടം വരെ എത്തിച്ചത്. അവന്റെ കാര്യം ഇന്ദു അതൊട്ട് ചാൽവാവോ? അതുമില്ല. അത് ശരിയാ. ഇന്ദു അവനായിട്ടുള്ള പ്രശ്നം തീർത്താ കോളേജിലെ ക്നാപ്പ് പരിപാടി നമുക്ക് അവസാനിപ്പിക്കായിരുന്നു. അതിന് അവന് പറയാനുള്ളത് കേൾക്കാൻ അവളൊന്ന് നിന്നോടുക്കണ്ടേ? അളിയ, അവളെ നമ്മൾ പൊക്കിയിരിക്കും. അവള് ഹോസ്റ്റലിലേത് കോത്തായത്തിലായാലും ഇന്ന് നമ്മൾ അവളെ പൊക്കും. അതെ. എടാ തമ്പി, നീ ലാബിൽ പോയി മയക്കാനുള്ള എന്തെങ്കിലും എടുത്തോണ്ട് വാ. ഓക്കെ, ഞാൻ പോയി ലാബിൽ നിന്ന് കുറച്ച് യൂണിഫോം എടുത്തോണ്ട് വരാം. നല്ല യൂണിഫോം അല്ലടാ, ക്ലോറോഫോം. കള്ളുടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് സ്പെല്ലിംഗ് ഇങ്ങോട്ട് ഉണ്ടാക്കണ്ടേ. BSc 3 വർഷം പഠിച്ചത് വെറുതെ അല്ല. ഈ ക്ലോറോഫോമിന്റെ സ്പെല്ലിംഗ് K യിലാണോ G യിലാണോ തുടങ്ങുന്നത്? ഇനി നിങ്ങൾക്കൊരു സത്യം അറിയോ? ഈ ഹോസ്റ്റലിൽ എത്ര പെമ്പിള്ളാരെ ഞാൻ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ടെന്നറിയോ? ഞാൻ എന്നെ തന്നെ കൺട്രോൾ ചെയ്യൂടാ. ഇവള് ഉറങ്ങി കാണുമോ? അതിനല്ലടേ ക്ലോറോഫോം. ക്ലോറോഫോമിന്റെ കാര്യം പറഞ്ഞപ്പോഴാ എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. നീ ഓൾറെഡി ഫിറ്റാ. ഇത് ക്ലോറോഫോം തന്നെയാണോടെ? നിനക്ക് സംശയം മണപ്പിച്ച് നോക്കടേ. സമയം കളയാ ചാടേ. ശരി, പിടിക്കല്ലേ, ചാടാൻ പറഞ്ഞു. ചാടി അവനും മതിലിയാടി എക്സ്പീരിയൻസ് ഉള്ളവൻ. നിങ്ങൾ പാടാൻ നോക്കി നിൽക്കാൻ സമയം കളയാതെ പോ. അവന് കാര്യം നടക്കണമെങ്കിൽ പാത്തുമാരടുത്ത് പോലും മതിലിയാടി പോണം. ഇത് വളരെ സിമ്പിൾ ആണ്. പാടാ. നിനക്കിത് സിമ്പിള്, നമുക്കിത് മതിലാടാ. ആക്രാന്ത കാണിക്കല്ലേ. ഏതാടാ മതില്? എന്തുകൂടെ കാണിക്കുന്നു? ഹലോ ചേട്ടാ, ആരുമില്ല ഇവിടെ? ചേട്ടോ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്താ കാര്യം? അവിടെ 3 പേരും മയില് കയറണു. 3 പേരും മയില് കയറണോന്ന് ഇവിടെ. അതാരാണ് ഈ രാത്രി മുതലാടാൻ പറഞ്ഞേ? എന്ത് നോക്കി നിൽക്കടാ, പാടാ, പെട്ടെന്ന് ചാട്. വാ, ഈസി അല്ലേ? വെരി ഈസി. ഓ, അങ്ങനെയല്ലടാ, ഇങ്ങനെ മാറ്. നീ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നില്ലടേ. സൂക്ഷിച്ച് കയറി. സിമ്പിളാണ്. നിനക്ക് ഭ്രാന്താടാ പന്നി. ഒരു സ്ഥലത്ത് ഇല്ലടാ. അവര് തന്നെ മതിലടി കളിക്കുക. ഇവ ഹനുമാന്റെ ജന്മമാടാ.
ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കില്ല. ഇത് ക്ലോറോഫോം തന്നെ പോര്. ഇന്നിനി വയ്യ, നാളെ ആവട്ടെ. മതിൽ ചാടി പോയാ മതിയായിരുന്നു. നാളെ ചാടാം. ഞാൻ പറയുന്ന പോലെ എല്ലാരും അനുസരിച്ചോ. ഇത് ലേഡീസ് ഹോസ്റ്റലാണ്. അയ്യോ എടാ, പെൺപിള്ളാരിങ്ങനെ ഒന്നും അറിയാതെ കിടന്നുറങ്ങുന്നതാണ് എന്ത് രസമാണെന്നറിയാമോ? ഒന്ന് കണ്ടിട്ട് വരാടാ പ്ലീസ്. എടാ, അവരുടെ ആംഗളമാര് കണ്ട നിന്റെ കിടപ്പ് കാണാൻ ഒരു രസം ഉണ്ടാവില്ല. അതന്നെ. ഇന്ദുന്റെ മുറി അവിടെ അത് ഇന്ദുവിനോട് എന്നെ ചോദിച്ചാ പോരാ. അല്ലെങ്കിൽ വേണ്ട, ഇവിടുത്തെ മാറ്ററിനോട് ചോദിക്കാം. അവരുടെ കയ്യിലാകുമ്പോ എല്ലാവരുടെയും രജിസ്റ്റർ ഉണ്ടാവുമല്ലോ. നേരം കളയാതെ പോയി ചോദിക്കേ. അതെ, ഈ മാറ്ററിന്റെ മുറി എങ്ങനെ കണ്ടുപിടിക്കും? പോകുന്നുണ്ട, ഇവനിതെല്ലാം അറിയാം. നീ ഇവിടെ തന്നെ താമസം? ഇതെന്താ ലേഡീസ് ഹോസ്റ്റലില് ഹെയർ പിന്നോ? ഒരു ഐഡിയ. ഇന്ദു ടീച്ചറുടെ നമ്പർ ഉണ്ട്. ഡയൽ ചെയ്ത ബെല്ലടിക്കുന്ന റൂമിൽ കയറി പൊക്കിയാ പോരെ. അതിന് ഇന്ദു ടീച്ചറുടെ നമ്പർ ഇല്ലല്ലോ. ആ, ദമയന്തി ടീച്ചറുടെ നമ്പർ ഉണ്ട്. അവർ രണ്ടുപേരും ഒരു റൂമിലാണ് കിടക്കുന്നത്. എങ്കിൽ കുത്തളിയ നമ്പർ. ഇവൻ ഡയൽ ചെയ്യുമ്പോ ഏത് റൂമിൽ നിന്ന് ബെല്ല് കേൾക്കും നമുക്ക് ശ്രദ്ധിക്കാം. നിങ്ങൾ ഓരോ റൂമിലായിട്ട് വിന്യസിച്ചോ. ആ, കിട്ടി കിട്ടി, ബെല്ലടിക്കുന്നു. ഹലോ ദമയന്തി ടീച്ചറെ, ഞാൻ കമ്പിയാ, അല്ല തമ്പിയാ. ഇങ്ങനെ തെറി വിളിക്കല്ലേ, ഒരു മനുഷ്യനാണ് ഞാൻ. ഏത് നമ്പറിലാ വിളിച്ചു? ഒരു മുറിയിലും റിങ് കേൾക്കണില്ല. എന്റെ പൊന്ന് രക്തം, ഞാൻ ദമയന്തിക്കിട്ട് കുത്തിയതാ, കൊണ്ടത് ഡയാനിക്ക്. അതേതാണ് ആ പിശാച്? ആ പിശാച് എന്റെ ഭാര്യയാണ്. എനിക്കിനി വീട്ടിൽ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നോക്കിട്ട് കുത്തടാ. കുത്തി കുത്തി കുടുംബത്തിന്ന് പുറത്തായി. ഇനി മാറല്ലേ. സൈലന്റ് മോഡിലിടാഞ്ഞത് ഭാഗ്യം. ചവിട്ടി തുറക്കല്ലേ. അങ്ങോട്ട് കൈയിട്, കൈയിട്, അകത്തിട്ട് കൈയിട്. താഴേക്കിട്. അവനല്ല, കുറ്റി താഴേക്ക്. അവിടെ ചെന്ന് ആക്രാന്തൊന്നും കാണിക്കല്ലേ. ഇതെന്താ ഈ വാതിൽ ഇങ്ങനെ? വന്നില്ലേ? നീ വന്നില്ലേ? ക്ലോറോഫോം കയ്യിൽ മണപ്പിക്കുന്നതിന് മുമ്പ് കൊണ്ടുപോ. ഞാൻ കരുതി കെട്ടിടം തകർന്നെന്ന്. ഇന്തോ മഴ ഇന്തോ വിളിക്കാതെ അവരങ്ങനെ കേൾക്കും. പുതപ്പ് കണ്ടപ്പോ എനിക്ക് വരാൻ തോന്നല്ലടാ. ഞാൻ ഇന്ന് ഉറങ്ങിക്കോട്ടെ അവിടെ കടന്ന്. ഇന്ദു ഫിറ്റാന്ന് തോന്നുന്നു. കിടന്ന് ആടുന്നത് കണ്ട. ഇവർക്ക് ആരാന്തോ മദ്യം കൊണ്ട് കൊടുക്കുന്നു. ആരും വേളം വെക്കരുത്. സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, എല്ലാവർക്കും കാണാം. ശരിക്ക് എന്തത് വെടിയിറച്ചിയാ? ഞങ്ങളാരും വെടിവെച്ചിട്ടില്ല. സത്യമായിട്ട് ഇതിന് ജീവനുണ്ട്. ഇതോ നീ പറഞ്ഞില്ലേലും കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലായി. അത് ഞങ്ങളൊരു സൊല്യൂഷൻ കണ്ടെത്തിയിരിക്കുക. നിനക്ക് പറയാനുള്ള മുഴുവൻ നീ ഇവളോട് പറഞ്ഞു തീർക്കണം ഇന്ന് രാത്രി തന്നെ. ആരാ ഇത്? നിന്റെ കുഞ്ഞമ്മ. ഇവനെ കൊണ്ട് തോറ്റില്ലോ. ഇത് മലമ്പാമ്പ് ഇരവിഴുങ്ങി കിടക്കുന്ന പോലുള്ള ഈ കിടപ്പുണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ല? ഇല്ല. ഓക്കെ, ഞാൻ ഒരു ക്ലൂ തരാം. പറയല്ലേ. പാറ്റയിലില്ല, ഈച്ചയിലുണ്ട്. ചാളയിലില്ല, ചന്തിയിലുണ്ട്. നിന്റെ എന്താ മാറിപ്പോയി? അത് നീ എഴുതുമ്പോ ഞാൻ പറയുമ്പോ ഈ ഇന്ത്യ ചന്തു. എടാ പൊട്ടാ, നിന്റെ ഇന്ദു ഹോസ്റ്റലിൽ കയറി ഞങ്ങൾ അങ്ങോട്ട് പൊക്കി. എന്ത് പോക്കത്തിലാണ് നിങ്ങൾ കാണിച്ചത്? പോക്കൃതനാണ്, പക്ഷെ നിനക്ക് വേണ്ടിയല്ലേ ആളിയാ. മാതാവേ, എന്താണ് നമസ്കാരം. ദമയന്തിയുടെ അതേ ചായ.
അവത്തിന് ബോധം വന്നടാ. കൊടുക്കടാ. അതിന് വേണ്ടെന്ന് കരുതി ഞാനെടുത്ത് കളഞ്ഞു. ഇനി ഇവിടെ നിന്നാൽ എന്റെ പണി പോവും. ഇവിടെ നൂരാ. സൗന്ദര്യാനുഭൂതി എണീറ്റു. ഗുഡ് മോർണിംഗ് ടീച്ചർ. നിങ്ങൾ എന്നെ എന്ത് ചെയ്യാൻ പോവാ? തിരിച്ചു കൊണ്ടാക്കാൻ പോവാ ടീച്ചർ. ഈശ്വരാ, അപ്പൊ കുറെ നേരമായോ എന്നെ കൊണ്ടുവന്നിട്ട്? ഇപ്പൊ കൊണ്ടുവച്ചോളൂ. പിശാചിന്റെ കണ്ണം കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞല്ലേ ഹിന്ദുവല്ലാന്ന്. ഇന്ദു ഇന്ദുവല്ല, ഇന്ദുന്റെ കാര്യം ഇങ്ങനെ അല്ല. നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? ഒരു കൊലപാതകം നടത്തി കുറെ നാൾ ജയിലിൽ കിടന്നെന്ന് വെച്ചിട്ട് ടീച്ചർമാരോടൊക്കെ എന്റെ അതിക്രമം കാണിക്കാനാണോ? കിട്ടി.